ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺവേർജൻസ് ടു IFRS എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നീ ടേംസുകളെ കുറിച്ച്, എന്നീ ഏരിയകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആ ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഫോം ചെയ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ത് ചെയ്തതാണ്, റീനെയിം ചെയ്തതാണ്, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് രൂപീകൃതമായ ഒരു ബോർഡാണ് എന്ത് IASB എന്ന് പറയുന്നത്. അതായത് IASC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ത് ചെയ്തു, കെയിം ടു ബി നോൺ ആസ് IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അണ്ടർ ദി റെക്കമെൻഡേഷൻ ഓഫ് വോൾക്കർ ട്രസ്റ്റീസ് ഇൻ ഏപ്രിൽ 2001. 2001 ഏപ്രിലാണ് വോൾക്കർ ട്രസ്റ്റീസിൻ്റെ റെക്കമെൻഡേഷനിലൂടെ എന്ത് ചെയ്യുന്നു, IASC എന്നതിനെ റീനെയിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എന്ത് ആയിട്ട് മാറുന്നു, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡായിട്ട് മാറുന്നു. അതായത് ഇതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, 1 ഏപ്രിൽ 2001 2001 ഏപ്രിൽ 1 IASBയുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് 15 മെമ്പേഴ്സ് ഫ്രം 9 കൺട്രീസ്. 9 രാജ്യങ്ങളിൽ നിന്നുള്ള 15 മെമ്പേഴ്സ് ആണ് ഇതിനുള്ളത്. ഓക്കെ, ഇറ്റ് ഹാസ് 15 members from 9 countries and it is committed in developing single set of high quality, understandable and enforceable global accounting standards. Okay, high qualityയും അണ്ടർസ്റ്റാൻഡബിളും എൻഫോഴ്സബിളുമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ഡെവലപ്പ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് IASB എന്ത് ചെയ്തത്, രൂപീകൃതമായത്. ഓക്കെ, ദിസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ്സ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ ഇൻഫർമേഷൻ ഇൻ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കാര്യങ്ങളിനെ നമുക്ക് ജനറലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനാണ്. അത്തരത്തിലുള്ള കമ്പയറബിളും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഒരു ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോകത്ത് എല്ലായിടത്തുമായിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കൺവേർജൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു IASB കൊണ്ട്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡാണ് ഇത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ബൈ റീനെയിമിംഗ് ദി ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, ഈ ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡാണ് ഇത് IFRS എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 1 ഏപ്രിൽ 2001 എന്ത് ചെയ്യുന്നത്, IASB IFRS ഫോം ചെയ്യുന്നത്, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഈ ഒരു IASB പ്രൊവൈഡ് യൂണിഫോമിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി എക്സെട്ര ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ കമ്പയർ ചെയ്യുവാനും അതേപോലെ തന്നെ യൂണിഫോമിറ്റിയും അണ്ടർസ്റ്റാൻഡബിലിറ്റിയും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് ഡിസിസീവ് റോൾ ഇൻ ദി ഓവറോൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് മെനി നാഷൻസ് ത്രൂ ഇഷ്യൂയിങ് IFRS. ഓക്കെ, IFRS ഇഷ്യൂ ചെയ്യലിലൂടെ മൊത്തത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും എന്ത് ഡെവലപ്മെന്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, IASB would take all efforts to promote the use and application of that standard. ഇവിടെ IASB ചെയ്യുന്നത് എന്താണ്, ഈ ഒരു IFRSനെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ യൂസും അപ്ലിക്കേഷനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് IASB മെയിനായിട്ട് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ ഗുഡ് റിലേഷൻ, എ ക്ലോസ് റിലേഷൻ വിത്ത് ദി പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഓരോ രാജ്യത്തുമുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, IASB മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് IASB എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ IASBയുടെ റോൾ എന്താണ് IFRS ഫോം ചെയ്യുന്നതിൽ. ഓക്കെ, then comes to IFRS, International Financial Reporting Standard. It is an accounting standard designed as global language for business affairs so that the company accounts are understandable and
കമ്പയറബിൾ അക്രോസ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. ഓക്കെ, ഇൻ്റർനാഷണൽ ബൗണ്ടറീസിൽ നമ്മുടെ അക്കൗണ്ട്സുകളെ കമ്പയർ ചെയ്യുവാനും അണ്ടർസ്റ്റാൻഡബിൾ ആക്കി മാറ്റുവാനും വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് എന്ത്, IFRS എന്ന് പറയുന്നത്, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പനീസ് ദാറ്റ് ഹാവ് ഡീലിംഗ് ഇൻ സെവറൽ കൺട്രീസ്. ഓക്കെ, ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഡീലിങ്സ് ഉള്ള കമ്പനികൾക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് യൂസ്ഫുൾ ആകുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഈ സ്റ്റാൻഡേർഡ് ഫോം ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്, IASB ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. IASC ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്താണ്, IAS ആണ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ IASB ഫോം ചെയ്തിരിക്കുന്നത്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത് IFRS ആണ്. ഓക്കെ, ഇനി ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, IFRS ഇൻക്ലൂഡ്സ് ഒന്നാമത്തെ വരുന്നത് IFRS ഇഷ്യൂഡ് ഫ്രം 2001 ഓൺവേർഡ്സ്, 2001 മുതൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2001, 1/4/2001 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ. ഓക്കെ, ഈ ഒരു IFRSൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ വരുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IAS. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള IAS ഇഷ്യൂഡ് ഡ്യൂറിംഗ് 1973, 1973 മുതൽ 2000 വരെ ഉണ്ടായിരുന്ന IAS എന്ന് പറയുന്ന ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് വരുന്നത് ഇന്റർപ്രിട്ടേഷൻ മെയ്ഡ് ബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഫ്രം 2001 ഓൺവേർഡ്സ്. ഓക്കെ, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്ത് ചെയ്തത്, ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷനും അതേപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ മെയ്ഡ് ബൈ സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. ഓക്കെ, ഈ ഒരു 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഇൻക്ലൂഡഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ദി വേൾഡിൽ എന്താണ്, ഗ്ലോബലായിട്ട് അവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മൊത്തത്തിൽ കമ്പയറബിലിറ്റിയും അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ രൂപീകൃതമായതാണ് IFRS എന്ന് പറയുന്നത്. 1 ഏപ്രിൽ 2001 രൂപീകരിച്ചത്. ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് IASB ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. Then next we are discussing about what are the features of IFRS, International Financial Reporting Standard. അതിൽ ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് ഈസ് എ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്ലോബൽ ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്, അതായത് ഓൾ ഓവർ ദി വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആണ് IFRS എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, നോട്ട് ബേസ്ഡ് ഓൺ റൂൾഡ് ബേസ്ഡ് അല്ല. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നോട്ട് ബേസ്ഡ് ഓൺ അക്കൗണ്ടിംഗ് റൂൾസ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ IASB. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ, issued with the intention of applying these standards across the globe on consistent basis. ഓക്കെ, ഇത് across the world ആണ്, അതായത് ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ്, ensures high quality transparent reporting that would ensures comparability across the world. ഓക്കെ, അതായത് മൊത്തം ലോകത്ത് എല്ലാ സ്ഥലത്തുമുള്ള അക്കൗണ്ടിംഗ് ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിങ്ങിനെയാണ് ഏതിൽ പറയുന്നത്, IFRSൽ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എവരി സ്റ്റാൻഡേർഡ് ഹാസ് സ്പെസിഫിക് സ്ട്രക്ചർ to ensure uniformity and facilitate reading, interpretation and application. ഓക്കെ, എല്ലാ സ്റ്റാൻഡേർഡിനും അതിൻ്റെതായ ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് എൻഷുവേഴ്സ് യൂണിഫോമിറ്റി. ഓക്കെ, ഒരു യൂണിഫോമിറ്റി അതിന് ഉറപ്പുവരുത്തുന്നു. അതേപോലെ ഫെസിലിറ്റേറ്റ് റീഡിംഗ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അപ്ലിക്കേഷൻ. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് IFRS. ഓക്കെ, ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി, അല്ലെങ്കിൽ IFRSIC എന്ന് പറയും. IFRS Interpretation Committee. That is, it is a committee formed for the IFRS interpretation. IFRSനെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് എന്ത് പറയുന്നത്, IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് 14 വോട്ടിംഗ് മെമ്പേഴ്സ്, 14 മെമ്പേഴ്സ് ആണുള്ളത്.
IFRS ഫൗണ്ടേഷൻ ട്രസ്റ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ 14 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഫോർ റിന്യൂവൽ ടേംസ് ഓഫ് 3 years, 3 വർഷത്തെ റിന്യൂവൽ ടേംസ് ആയിട്ട്. അതായത് ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ മെമ്പേഴ്സിനെ എന്ത് ചെയ്യും, ഇവർ അപ്പോയിന്റ് ചെയ്യും. ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ചെയ്യുന്നത് എന്താണ്, അതായത് IFRSനെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷനെ എക്സ്പോസ്ഡ് ഫോർ പബ്ലിക് കമൻറ്റ്, അത് പബ്ലിക് കമൻറ്റിനായിട്ട് എന്ത് ചെയ്യുന്നു, അവർ സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് പറയുക. ആ ഒരു ഡ്രാഫ്റ്റ് ഇൻ്റർപ്രിട്ടേഷനെ D1 D2 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്. ഓരോ ഇൻ്റർപ്രിട്ടേഷനെയും എന്ത് ചെയ്യുന്നു, D1 D2 ഇങ്ങനെ നമ്പർ ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു പബ്ലിക് കമൻറ്റിനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം അതിനെ IFRS എന്ത് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു. ആൻഡ് സെൻഡ് ടു IASB, ഇതിനെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു ഫോർ റിവ്യൂ ആൻഡ് അപ്രൂവൽ ആസ് ഫൈനൽ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, ഫൈനലായിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതിനെ IASBയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി ചെയ്യുന്ന പ്രവർത്തനം. ഓക്കെ, അതായത് IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഈസ് ഫോംഡ് ടു ഇൻ്റർപ്രറ്റ് ദി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദി റോൾ ഓഫ് IFRS IC? നമ്മളിപ്പം പറഞ്ഞ റോളുകൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്, ഇന്റർപ്രറ്റ് ദി അപ്ലിക്കേഷൻ ഓഫ് IFRS. നമ്മൾ പറഞ്ഞു IFRSനെ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ അപ്ലിക്കേഷൻ എത്രത്തോളം എന്താണ് സാധുതയുണ്ട് എന്നതിനെ കുറിച്ച് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. ആൻഡ് പ്രൊവൈഡ് ടൈംലി ഗൈഡൻസ് ഓൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇഷ്യൂ. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈംലി ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു റോള് വരുന്നത്. ദെൻ ബ്രിങ് അബൌട്ട് കൺവേർജൻസ് ഓഫ് നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS ടു ഹൈ ക്വാളിറ്റി സൊല്യൂഷൻസ്. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യണം, നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ലെവലിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഹൈ ക്വാളിറ്റി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത്, പബ്ലിഷ് ആഫ്റ്റർ ക്ലിയറൻസ് പബ്ലിക് കമൻറ്റ് ആൻഡ് കൺസിഡർ കമൻറ്റ് ബിഫോർ ഫൈനലൈസിങ്. നമ്മൾ പറഞ്ഞു ഇത് പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഡ്രാഫ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് പബ്ലിക്കിൻ്റെ കമൻറ്റ് എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഫൈനലൈസിങ് ദി ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ്, റിപ്പോർട്ട് ടു IASB ആൻഡ് ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് 9 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ ഇത് ഇൻ്റർപ്രിട്ടേഷൻ IASBയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 9 മെമ്പേഴ്സിൻ്റെ 9 മെമ്പേഴ്സിൻ്റെ എന്ത് കിട്ടണം, അപ്രൂവൽ കിട്ടണം. 15 മെമ്പേഴ്സാണ് നമ്മൾ പറഞ്ഞു IASBയിലുള്ളത്. അതിൽ 9 മെമ്പേഴ്സിൻ്റെ എങ്കിലും അപ്രൂവൽ കിട്ടണം. അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ആ ഒരു ഇൻ്റർപ്രിട്ടേഷനെ ഫൈനലൈസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതേപോലെ തന്നെ റോൾ ഓഫ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ഡെവലപ്പിംഗ് IFRS, ദെൻ IFRS അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്